ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി. പെട്ടെന്ന് ചോദിക്കട്ടെ, കേരളം എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? അഞ്ജലി? ഇല്ല. റഹ്മാൻ? കേര വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലം. പറഞ്ഞാൽ വാസ്തവമുണ്ട്, പക്ഷെ അതല്ല. പിന്നെ ബിന്ദു? ഇല്ല. ഇനിയിവിടെ ആരാ? മൈക്കിൾ? രക്ഷയില്ല. അപ്പോൾ ഞാൻ തന്നെ പറയാം, അറിയേണ്ടതാണ്. നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരിലേക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല. മറ്റേ കേര വെളിച്ചെണ്ണയുടെ നാട് എന്ന് പറയുന്ന സാധനം ഒരു ചെറിയൊരു സത്യമുണ്ട്. കേര വെളിച്ചെണ്ണ എന്തെന്നാണ് ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ എന്തെന്നാണ് ഉണ്ടാക്കുന്നത്? തേങ്ങയിൽ നിന്ന് അല്ലേ? തേങ്ങ, കൊപ്ര, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ്. തെങ്ങുകൾ ധാരാളം വളരുന്ന സ്ഥലം, അതാണ് കേരളം. തെങ്ങുകളുടെ നാട്. അറിയാമല്ലോ, തീരപ്രദേശത്തൊക്കെ നമ്മൾ കാണാറില്ലേ? ഇഷ്ടംപോലെ തെങ്ങല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമുക്ക് ജനറൽ നോളജ് ഒരു പരിധി വരെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞിരിക്കേണ്ടതൊരു ആവശ്യമാണ്. നമ്മളൊരു ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയണം. മുഴുവൻ മാത്തമാറ്റിക്സ് മാത്രമല്ലല്ലോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് നമ്മൾ ക്ലാസ്സിലെടുക്കുന്നത്? CBSE മാത്സിൻ്റെ ക്ലാസ് 7-ലെ ചാപ്റ്റർ 5 ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ പാർട്ട് 2ലേക്ക് പോവാം. പെട്ടെന്ന് പോവാം, വരും. അപ്പോൾ ഇന്നലെ നമ്മൾ ആംഗിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അക്യൂട്ട് ആംഗിൾ എന്താണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ എന്താണ്. ഇനി അതിൻ്റെ അടുത്ത പടിയായിട്ടുള്ളൊരു ഇതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. എന്താണ് ഈ കോംപ്ലിമെൻ്ററി ആംഗിൾസ്? വളരെ നിസ്സാരമാണ്, ഞാൻ വലിയ വലിയ പേരിടുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾ? രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ ആ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെഷർമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു ആംഗിൾ, ഇത് 40 ഡിഗ്രി എന്ന് വിചാരിച്ചോളൂ. അടുത്ത ആംഗിൾ ഇത് 50 ഡിഗ്രി എന്ന് വിചാരിച്ചോളൂ. ഇത് 40 ഡിഗ്രിയും ഇവിടെ 50 ഡിഗ്രി ആകുമ്പോൾ ഇതോടെ ഇതിൻ്റെ പേര് നമുക്ക് എഴുതാം. ആംഗിൾ AOB, ആംഗിൾ CDE. അപ്പോൾ ആംഗിൾ AOB എത്രയാണ് മെഷർമെൻറ്റ്? 40 ഡിഗ്രി. ആംഗിൾ CDEയുടെ മെഷർമെൻറ്റോ 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 50 + 40 90 ഡിഗ്രി കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് ആംഗിളും കോംപ്ലിമെൻ്ററി ആണ് പരസ്പരം എന്ന് പറയും. ആംഗിൾ CDEയുടെ കോംപ്ലിമെൻ്ററിയാണ് AOB, ആംഗിൾ AOB. ആംഗിൾ AOBയുടെ കോംപ്ലിമെൻ്റാണ് ആംഗിൾ CDE. വളരെ സിമ്പിൾ, അങ്ങനെ പറയാത്തതായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയും വലിയ നമ്പർ വേണമെന്നില്ല. ഒരു ആംഗിള് ഇപ്പോൾ ആംഗിൾ ABC 10 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ആംഗിൾ XYZ എന്താണ്? 80 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഈ രണ്ട് ആംഗിളും കോംപ്ലിമെൻ്ററി വെച്ചാൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കോംപ്ലിമെൻ്ററി അത്രയേ ഉള്ളൂ. പിന്നെ ഈ ആംഗിൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും ഈ വെർട്ടെക്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മളിതിൻ്റെ എന്താ പറയുക? OA എന്നുള്ളതാണ് ഒരു ആം എന്ന് പറയും. രണ്ട് ആമാണ് ഒരു ആംഗിളിനുള്ളത്. OA എന്ന് പറഞ്ഞൊരു ആം, OB എന്ന് പറഞ്ഞ് വേറൊരു ആം. ഈ രണ്ട് ആംസും കൂടി ചേരുന്ന സ്ഥലത്തിനാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ആംഗിളിനെ ഡിസ്ക്രൈബ് ചെയ്ത് പേരെഴുതുമ്പോൾ എപ്പോഴും വെർട്ടെക്സിൻ്റെ ഇത് നടുവിൽ വരണം. കേട്ടോ, ആംഗിൾ AOB, വെർട്ടെക്സ് OA അല്ല, അതിവിടെ നടുവിൽ വന്നു. ഇത് നമ്മൾ ആംഗിൾ OAB എന്നൊന്നും എഴുതാൻ പാടില്ല. വെർട്ടെക്സ് എവിടെയാണോ അത് ആ ആംഗിളിൻ്റെ പേരിൻ്റെ നടുവിൽ വരണം. ആംഗിൾ AOB കണ്ട്. ആംഗിൾ CDE വെർട്ടെക്സ്, അപ്പോൾ നമ്മൾ ആംഗിൾ CDE എന്ന് എഴുതി. അതുമാതിരി ഇപ്പോൾ ആംഗിൾ XYZൻ്റെ വെർട്ടെക്സ് Y ആയിരിക്കും. ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തതാണ് സപ്ലിമെൻ്ററി ആംഗിൾ. ഈ കോംപ്ലിമെൻ്ററി ആംഗിളിൻ്റെ വേറൊരു രൂപമാണ് സപ്ലിമെൻ്ററി ആംഗിൾ. അതായത് രണ്ടും കൂടി ആഡ് ചെയ്ത്, രണ്ട് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കൂടി ആഡ് ചെയ്ത് 90 ഡിഗ്രി കിട്ടേണ്ട സ്ഥാനത്ത് 180 ഡിഗ്രിയാണ് കിട്ടണമെങ്കിലോ, അപ്പോൾ നമ്മളതിനെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയും.
ആംഗിൾ AOB ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ഇതൊരു 120 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. വേറൊരു ആംഗിള് ഇതാ XYZ ഇങ്ങനെ ഒരു ആംഗിൾ. ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ആംഗിൾ AOB 120 ഡിഗ്രി, ആംഗിൾ XYZ 60 ഡിഗ്രി. അപ്പോൾ ഈ 120 60 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 180 ഡിഗ്രി കിട്ടില്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ. കോംപ്ലിമെൻ്ററി ആംഗിൾ ആണെങ്കിൽ രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. സപ്ലിമെൻ്ററി ആംഗിൾ ആണെങ്കിൽ രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇത്രേ വ്യത്യാസമുള്ളൂ. അടുത്തത് നമ്മൾ അഡ്ജസൻ്റ് ആംഗിൾ. അതിനെക്കുറിച്ച് അഡ്ജസൻ്റ് ആംഗിൾസിന് എന്താണ്? ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടാവണം, കോമൺ ആംസ് ഉണ്ടാവണം. ഒരു നോൺ കോമൺ ആംസ് ആർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ കോമൺ ആം, നോ കോമൺ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. ഇത്രയുണ്ടായ അഡ്ജസൻ്റ് ആംഗിൾസ് ആയി. അപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വളരെ സിമ്പിളാണ്. അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്നത് അല്ലേ, അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനൊരു ആംഗിൾ വരച്ചു, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. ഇപ്പോൾ AOB എന്ന് പറഞ്ഞൊരു ആംഗിളുണ്ട്, BOC എന്ന് പറഞ്ഞ രണ്ട് ആംഗിൾ. ഇതാ ഇതും ഇതും പിടിയിട്ട. അതായത് AOB എന്ന് പറഞ്ഞ ഒരു ആംഗിള്, BOC രണ്ടാമത്തെ ആംഗിൾ. ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്നു. അത് ഈ കിടപ്പിനെയാണ് നമ്മൾ അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾസ് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് റൂളുണ്ട്. എന്താണ്? കോമൺ വെർട്ടെക്സ് ആയിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് കിടന്നാൽ പോരാ, രണ്ടിനും കൂടി. ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾ AOBയുടെ വെർട്ടെക്സ് O ആണ്, ആംഗിൾ BOCയുടെ വെർട്ടെക്സും O ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മീറ്റായി. അതായത് അഡ്ജസൻ്റ് ആംഗിൾസ് ആയ അടുത്തടുത്ത് കിടന്നാൽ മാത്രം പോരാ, കോമൺ വെർട്ടെക്സ് ആയിരിക്കണം. ഈ കേസിൽ കണ്ടു കോമൺ വെർട്ടെക്സ് ആണ്. ഇപ്പോൾ അടുത്തടുത്ത് നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക, AOB പിന്നെ CFG ഉണ്ടോ? AOB ഉണ്ട്, CFG ഉണ്ട്, അടുത്തടുത്ത് കിടക്കുന്നത്. പക്ഷേ CFGയുടെ വെർട്ടെക്സ് F ആണ്, AOBയുടെ വെർട്ടെക്സ് O ആണ്. അപ്പോൾ അത് കോമൺ വെർട്ടെക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയില്ല. ഇത് അഡ്ജസൻ്റ് ആംഗിൾ എന്താ കാരണം? കോമൺ വെർട്ടെക്സ് ഉണ്ട്. പിന്നെന്താണ്? ഒരു കോമൺ ആം ഉണ്ടായിരിക്കണം. ഇത് നോക്കൂ, ഇത് OB എന്ന് പറയുന്ന രണ്ടിൻ്റെ ആമല്ലേ. ഇപ്പോൾ ആംഗിൾ BOCയുടെ ഒരു ആമാണ് OB, ആം അല്ലെങ്കിൽ സൈഡ്. ആംഗിൾ AOBയുടെ ഒരാമാണ് ഇതും OB. അപ്പോൾ രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടൊരു ആമുണ്ട്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ? പിന്നെ നോൺ കോമൺ ആംസ് ഉണ്ടല്ലോ. ഏതാ നോൺ കോമൺ ആംസ്? ഇതിനൊരു OA ഉണ്ട്, ഇതിനൊരു OC ഉണ്ട്. ഈ നോൺ കോമൺ ആംസ് കോമൺ ആംസിൻ്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കണം. അതാണ് മറ്റൊരു കണ്ടീഷൻ. രണ്ട് സൈഡിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റുന്നുണ്ട്. OB എന്ന് പറയുമ്പോൾ OBയുടെ ഈ സൈഡിൽ OA, ഈ സൈഡിൽ OC. അപ്പോൾ നോൺ കോമൺ ആയിട്ടുള്ള ആംസ് ഈ OB എന്ന് പറയുന്ന കോമൺ ആമിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്താണ്? നോ കോമൺ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. കോമൺ ആമേ ഉണ്ടാവാൻ പാടുള്ളൂ. AOB, BOC. കോമൺ ആമ എവിടെ ഏതാ? OB. പക്ഷേ ഇൻറ്റീരിയർ AOBയുടെ ഇൻറ്റീരിയർ ഇതാ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നു. ഈ സ്ഥലമല്ല AOBയുടെ ഇൻറ്റീരിയർ. BOCയുടെ ഇൻറ്റീരിയർ അതിൻ്റെ താഴത്താണ്. വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. AOBയുടെ ഇൻറ്റീരിയറും BOCയുടെ ഇൻറ്റീരിയറും തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. കണക്ഷനുള്ളതാകെ ഈ രണ്ടിൻ്റെ ആം ഒന്നാണ്. ആമിൻ്റെ അവിടെ വരെ മാത്രമേ കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അഡ്ജസൻസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ലീനിയർ പെയർ.
എന്താണ് ഈ ലീനിയർ പെയർ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ലീനിയർ പെയർ ഈസ് എ പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഹൂസ് നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ്. പിന്നെന്താണ്? ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. 2 കണ്ടീഷനാണ് ഉള്ളത്. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ അതൊരു അഡ്ജസൻറ്റ് ആംഗിൾ തന്നെയാണ്. ഇതാ അത് AOB, ഇവിടെ AOD. 2 അഡ്ജസൻറ്റ് ആംഗിൾ അല്ലേ ഇത് അടുത്തടുത്ത് കിടക്കുന്നത്? AOB AOD. കോമൺ ആം ഇതാ ഇവിടെ കിടക്കുന്നു. നോൺ കോമൺ ആംസ് ഇത് രണ്ടും ഈ കോമൺ ആമിൻ്റെ 2 സൈഡിലായിട്ട് കിടക്കുന്നു. സംഗതികളൊക്കെ ശരിയായില്ലേ? പിന്നെന്താണ് ഡെഫിനേഷനിൽ പറയുന്നതാണ്? നോൺ കോമൺ ആംസ് ആറ് 2 റേ ആണ് ഒരു കോമൺ പോയിന്റിൽ പുറപ്പെടുന്നത്. കണ്ടു? OB എന്ന് പറയുന്ന ഒരു റേ, OD പറഞ്ഞ വേറെ റേ ഇല്ലേ? ഈ റേയുടെ റേ ആണ് 2 റേസാണ് കോമൺ ആംസ് എന്ന് പറയുന്നത്. അല്ല, നോൺ കോമൺ ആം. പിന്നെന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുകയും വേണം അല്ലേ? എന്നാൽ ഇതിൻ്റെ നോൺ കോമൺ ആംസ് ഒരു റേയുടെ ഭാഗമായിട്ട് കിടക്കുക. ഈ 2 കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി. ഈ നോൺ കോമൺ ആംസ് ഒരു റേയുടെ ഭാഗം എന്നുള്ളതല്ല, ഓപ്പോസിറ്റ് റേസ് ആയിരിക്കണം. കണ്ടോ? OB എന്ന് പറഞ്ഞ റേ ഇങ്ങനെ പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ OD എന്ന് പറയുന്ന റേ പോകുന്നു അല്ലേ? അപ്പം നോൺ കോമൺ ആംസ്, ആ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ നോൺ കോമൺ ആംസ് ഓപ്പോസിറ്റ് റേസ് ആയിരിക്കണം. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. കണ്ടോ? OB OD അങ്ങനെ ഓപ്പോസിറ്റ് റേ 2 കൂടി ചേർന്ന് എന്താ ഉണ്ടാവുക? ഇറ്റ് ബിക്കംസ് എ ലൈൻ അല്ലേ? അപ്പോൾ ആ ലൈനിലാണ് ഇതിൻ്റെ ബേസ്. ഒരു ലൈനിൽ ഡിഗ്രി എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ 90 ഡിഗ്രി ആയിരിക്കും. ഈ പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വളച്ച് കിടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം എപ്പോഴായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. അതായത് ഈ ആംഗിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോൺ കോമൺ ആംസ് 2 ഓപ്പോസിറ്റ് റേ കൂടിയിട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഒന്ന് ഈ ആംഗിൾ ഒന്ന്, അപ്പോൾ 2 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ലീനിയർ പെയർ. ആംഗിൾ 2 കൂട്ടിയാൽ 180 ഡിഗ്രി വരും. അത്രയേ ഉള്ളൂ. ഇനി എന്താണ് അടുത്തത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എന്താണ് ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കാം. സിമ്പിൾ. 2 റേയോ ലൈൻ സെഗ്മെൻറ്റോ ലൈൻ സെഗ്മെൻറ്റോ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 ആംഗിൾ ഫോം ചെയ്യും അല്ലേ? ഇതിന് 1 എന്ന് കൊടുക്കുക. ഈ ആംഗിളിൻ്റെ പേര്, ഈ ആംഗിളിൻ്റെ പേര് 2, ഈ ആംഗിളിൻ്റെ പേര് 3, ഈ ആംഗിളിൻ്റെ പേര് 4 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 1 2 3 4 4 ആംഗിൾ ഫോം ചെയ്തു. ഈ ഇതിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പറഞ്ഞാൽ നമ്മുടെ വേർഡിന് തന്നെ മനസ്സിലാവും. വേർഡിന് അർത്ഥം തന്നെ ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞാൽ എന്താണ്? ഇത് സൈഡിൽ കിടക്കുന്നതാണ്. 1ൻ്റെ സൈഡിൽ കിടക്കുന്നതാണ് 2. അതെന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ് നമുക്കറിയാം. അപ്പോൾ സൈഡിലല്ല, ഓപ്പോസിറ്റാണ് വേണ്ടത്. നോക്കിയാൽ തന്നെ അറിയില്ലേ? 1ൻ്റെ ഓപ്പോസിറ്റാണ് 3, 4ൻ്റെ ഓപ്പോസിറ്റാണ് 2. സിമ്പിൾ. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. 2 ലൈൻസ് കൂടി മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 4 ആംഗിളിൽ ഈ 2 വെർട്ടിക്കലി ഓപ്പോസിറ്റാണ്, ഈ 2 വെർട്ടിക്കലി ഓപ്പോസിറ്റാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആവണമെന്നില്ല, പക്ഷേ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഈക്വൽ ആംഗിൾ ആയിരിക്കും. 4ഉം 2ഉം 1ഉം 3ഉം ഈക്വലാണ്, 4ഉം 2ഉം ഈക്വലാണ്. വെർട്ടിക്കൽ ആംഗിൾസിനെ കുറിച്ച് ഇനി ഫർദർ ആയിട്ട് നമുക്ക് നാളത്തെ ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പോൾ ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എപ്പോഴും പറയുന്ന മാതിരി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുക. കാര്യങ്ങൾ അവർക്ക് കൂട്ടുകാരന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.